ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. മുരിങ്ങയ്ക്കയും തക്കാളിയും ചേർത്തൊരു കറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മുരിങ്ങയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാകും. പിന്നെ 10 അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം ഒരു സവാളയും എടുക്കാവുന്നതാണ്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇതൊന്ന് വേവുന്ന നേരം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി. ഇനി ഈ ഒരു കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 നുള്ള് ഉലുവപ്പൊടി 1 നുള്ളേ ചേർക്കാവൂ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മുരിങ്ങയ്ക്ക വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ മുരിങ്ങയ്ക്കയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. ആ ഒരു പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഉപ്പെല്ലാം പാകത്തിന് ഉണ്ടോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കറി ഒരുപാടങ്ങ് തിളപ്പിക്കരുത്. ഒരുപാട് തിളപ്പിക്കുകയാണെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും. ആ ഒരു അരപ്പിന്റെ പച്ചമണം മാറിക്കിട്ടിയാൽ മതിയാകും. ഇതിപ്പോ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതും 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
നല്ല നാടൻ മുരിങ്ങയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.